ഇന്ന് ഉത്രാടാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാലത്ത് തന്നെ കുളിച്ചൊരുങ്ങി കടയിൽ പോവാണ്. കുറേ നാളായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷനൊന്നും വേണ്ട. നമ്മൾ KMB പോവാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോണത്. ഭാഗ്യനും ഞാനും ശ്രീകുട്ടനും കൂടെ കാലത്ത് തന്നെ കടയിലേക്ക് വിട്ടു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. വേടന്റെ വലയിൽ വീണ ഇണപ്പറവകളുടെ വേദന, ഈ വേദന ഓരോ മർത്യാത്മാവിൻ്റെതുമാണ്. ഏതോ ഒരു കവിത കേട്ടിട്ടാണ് കേട്ടോ ഭാഗ്യം പോണത്. നല്ലൊരു കവിതയായിരുന്നു. അപ്പോൾ കവിതകളൊക്കെ കേട്ടാണ് ആള് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ പുലർച്ചെ തന്നെ നമ്മൾ പുറപ്പെട്ടായിരുന്നു. കാലത്ത് നേരത്തെ എത്തണ്ട അവിടെ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. നമ്മൾ കടയിൽ പോവാണ് കേട്ടോ. ശ്രീകുട്ടൻ്റെ പുതപ്പൊക്കെ പൊതിച്ച് ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇന്ന് ഉത്രാടാണല്ലോ ഭാഗ്യ. ഉത്രാടാണ്. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാട്ടാ. കാണണ്ട അകല് ഭയങ്കര മഞ്ഞ്. കൊത്തില് ഞാൻ വെള്ളം കാണിച്ചു തരാം. ചപ്പത്ത് മഞ്ഞ് നോക്കിയേ. നമ്മുടെ വീടൊക്കെ മഞ്ഞിന്റെ ഉള്ളിൽ കുറച്ച് അങ്ങ് ദൂരെ ആ മലനിരകൾക്കിടയിലാണ് കേട്ടോ നമ്മുടെ വീട്. മഞ്ഞ് മൂടിയ കാരണം കൊണ്ട് വീടൊന്നും കാണാനില്ല. സൂര്യൻ ദാ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിങ്ങളെയും കൂടെ അതങ്ങ് കാണിച്ചു തരാന്ന്. അങ്ങനെ നീണ്ട 10-20 കിലോമീറ്റർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ KMBയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ KMB. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ KMBയിലത്തെ വിശേഷങ്ങളൊക്കെ. അവിടെ അമ്മ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട്. അമ്മ എന്നുള്ളതാണെങ്കിൽ അച്ഛൻ ആ വിശേഷ ദിവസങ്ങളിൽ വരുന്നതാണ്. പിന്നെ എൻ്റെ ഉണ്ണിക്കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ വന്നപ്പോൾ തന്നെ ക്യാഷിൽ കയറിയിരുന്ന് കാശൊക്കെ ഒതുക്കുന്ന തിരക്കിലാണ്. ശ്രീകുട്ടൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ക്യാഷിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കണക്കൊക്കെ പഠിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കണ്ടേ. കാലത്ത് പുലർച്ചെ എണീറ്റിപ്പിച്ച് കൊണ്ടുവന്ന കാരണം കൊണ്ടേ ഇത് ചെറുതായിട്ട് കൂട്ടുവായൊക്കെ ഇടുന്നുണ്ട് കക്ഷി. അങ്ങനെ നമുക്ക് നമ്മുടെ യോധയിലേക്ക് ഇറങ്ങാം. ഇനി ഒരു അംഗമാണ് കേട്ടോ. ഇവിടെ ഞാനും ചേട്ടന്മാരും അതുപോലെ തന്നെ ഭാഗ്യനും നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പണി കിട്ടുന്ന ഒരു ദിവസമാണ് ഉത്രാടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ അംഗം ഇവിടെ തുടങ്ങാം. ചില്ലറ ഒന്ന് കിട്ടിയ ചിത്ര അധികം ചില്ലറ അപ്പൊ 250 രൂപ കഴിഞ്ഞു. ഇതാ പോണ നമുക്കിവിടെ 10-15 ചേട്ടനനിയന്മാരും അതുപോലെ 2-3-4 ചേച്ചിമാരൊക്കെയാണ് ഉള്ളത്. അവരൊക്കെ ആയിട്ടാണ് നമ്മുടെ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ ദിവസങ്ങൾ ആവുമ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളും അതുപോലെ തന്നെ പിള്ളേരൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കാൻ 2-3 ആൾക്കാർ കൂടുതലെത്തുന്നു മാത്രം. അപ്പോൾ റപ്പായേട്ടനാണ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഹായ് തരുന്ന ആൾ കേട്ടോ. എല്ലാവരും ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് ചെറിയൊരു നീരസം കാണിക്കുമ്പോൾ എടി എന്നെ നീ ഉൾപ്പെടുത്തിയില്ലല്ലോ എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ റപ്പായേട്ടൻ. ഭാഗ്യൻ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. പഴക്കളകൾ അങ്ങനെ നിരന്ന് കിടന്ന് നല്ല ഫ്രഷായ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അടക്കി പറക്കി വെച്ചിട്ട് ആ ഒരു ദിവസം ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ സമയത്ത് ഭാഗ്യനെ എനർജറ്റിക് ആയിട്ട് കാണാം. ഇവിടെ ഇങ്ങനെ തട്ടുകൾ അടക്കി വയ്ക്കുന്ന പ്രധാന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭാഗ്യൻ്റെയും പിന്നെ ചേട്ടന്മാരുടെയൊക്കെയാണ്. എല്ലാവരുടെയും പ്രയത്നമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ഇന്നത്തെ ഒരു ദിവസം ഈ പച്ചക്കറികൾ അടക്കിയെന്ന് കാണാൻ പ്രത്യേക ഭംഗിയാണ്. എല്ലാം ഇങ്ങനെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ വർണ്ണശബളമായിട്ട് തട്ടിൽ നിരന്നിരിക്കുന്നുണ്ടാവും കേട്ടോ. എല്ലാ പച്ചക്കറി കടകൾ കാണുമ്പോഴും നമ്മൾ അങ്ങോട്ട് നോക്കൂലേ. നല്ല ഭംഗിയുള്ള പച്ചക്കറി കടകൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ തട്ടടക്കുന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗിയും അതുപോലെ തന്നെ പ്രയത്നവും ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗി പച്ചക്കറി കടയ്ക്ക് നൽകാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് കാരണം ഞാൻ എവിടെ പച്ചക്കറി കട കണ്ടാലും ഞാനൊന്ന് എത്തിച്ച് നോക്കും. എന്ത് ഭംഗിയാണ്. അതുപോലെ ഇന്നും നമ്മുടെ പച്ചക്കറി കട KMB ഒരുങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കില്ലാട്ടാ. നമ്മുടെ ഉത്രാടം പൂരാടവും തിരക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കുണ്ടായി. പിന്നെ ഞാൻ ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. കുട്ടികൾ കാലത്ത് തന്നെ ചായ കുടിക്കാൻ പോകുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിലാ. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ ജയയുടെ അരിയാ പിന്നെ നേരം വെയിറ്റേ വേവുള്ളേ. അവർക്ക് പണിയെടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാന്നുള്ളത്. ഒരു പാക്കറ്റ് പാൽ കൊടുത്തു പാൽ ചായ വയ്ക്കാം.
ഞാൻ പറഞ്ഞു ക്യാഷിലിരിക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ മമ്മേനെ സഹായിച്ചോളാന്ന് കൊണ്ട് വന്നതാട്ടാ. ക്യാഷിലിരിക്കാൻ മടി, ബോറടിക്കുകയും. നമ്മുടെ കടയിലത്തെ ഊട്ടുപുരയാണ് ഈ കാണുന്നത് കേട്ടോ. അതിൽ ഊട്ടുപുരയിലെ എല്ലാ സദ്യവട്ടങ്ങളും ഒരുക്കുന്ന ഒരാളാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നത്. എന്നുള്ള പണിയാണെന്നുണ്ടെങ്കിലും ഇന്ന് ഉത്രാട ദിനത്തിലത്തെ പണി ഹെവിയാണ് കേട്ടോ. 10-25 ആൾക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കണം, അത് ഒരു നേരം. അപ്പോൾ ഒരു 100 ആളത്തെ അടുത്ത് നമ്മൾ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ്. കാലത്ത് ചേട്ടന്മാർ 5 മണി 4:30 തൊട്ട് തുടങ്ങുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു 6 മണി 7 മണിയാകുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ഇന്ന് കഴിക്കാൻ പോകാൻ നേരം കിട്ടാത്ത കാരണം കൊണ്ട് അമ്മ കഞ്ഞിക്ക് മുമ്പ് ഉപ്പുമാവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം അച്ഛനും എനിക്കും ഒന്നും പോകാൻ ഇതിനായിട്ടുണ്ടായില്ല, അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛനായാലും ഞാനായാലും നന്നായി ഉപ്പുമാവ് ഒഴിക്കും. നമ്മൾ പിന്നെ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ, അപ്പൊ നല്ല ടേസ്റ്റിൽ നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കും. ഇതാവുമ്പോൾ കുറേ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ ഉരുളിയിലൊക്കെ നമ്മൾ സദ്യക്ക് കുക്ക് ചെയ്യുന്നതാണ് ചീനം. ഇതിലാവുമ്പോൾ നമുക്ക് എത്ര എങ്ങനെയെന്നുള്ളൊരു ഐഡിയ. പച്ചക്കറി കടയായിട്ട് ഇതിൽ ക്യാരറ്റും ബീൻസും കഴിഞ്ഞിട്ടൂടെ ചേട്ടന്മാർ കഴിക്കില്ല. അതൊന്നും ഇടാൻ സമയമില്ലാണ്ടാട്ടാ, കഴിക്കാണ്ടല്ല. എൻ്റെ ഇപ്പൊ കുട്ടികളെ എന്ത് കൊടുത്താലും കഴിക്കുന്നവർ അവിടെ ഉള്ളവര് എല്ലാവരും കഴിക്കും. പക്ഷെ എനിക്ക് ഞാൻ ശശിയായി മോള് ശശിയായി. കാരണം അതൊന്നും ഇടാനൊന്നും നമുക്ക് ഏറ്റവും, എൻ്റെ മോൻ പറയാം ഏറ്റവും ഫ്രഷ് സാധനം കറി വെച്ചാൽ മതിയിട്ട് അമ്മ. മണിപ്പയറൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഉരിഞ്ഞിങ്ങനെ ആക്കി കറി വെക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ സമ്മതിക്കില്ല. അത് അവര് കാണുമ്പോഴേ പിന്നെ പഴയതൊന്നും എടുത്ത് വെക്കില്ല ഏട്ടമ്മ, നമുക്ക് ഫ്രഷ് വെച്ചാൽ മതി. ഫ്രഷാണ് നമ്മൾ കൊടുക്കുള്ളൂ. ഏറ്റവും നല്ലത് നോക്കി, നല്ലത് ആദ്യം വരുമ്പോൾ ഞാൻ അത് വെക്കും. ഏറ്റവും വില കൂടിയതായാലും ഞാൻ ഫ്രഷായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആദ്യമായിട്ട് വരുന്ന സാധനങ്ങളാവും. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൂർക്കൊക്കെ ചിലപ്പോൾ കുറേ നാൾ ഇപ്പം ഇല്ല കൂർക്ക, അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ അത് ആദ്യം തന്നെ വെക്കും. കൂർക്കയാണ് ഇത്തിരി വെക്കൽ കുറവ്, നാടൻ പയറും. കാരണം നന്നാക്കാനുള്ള സമയം എനിക്കുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ വാടിയതൊക്കെ വരുമ്പോൾ ഇങ്ങനെ മണിയാക്കി എടുക്കും. അങ്ങനെ വരച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ചെയ്യുന്നത്. പക്ഷെ മോൻ പറയാം അമ്മ അങ്ങനത്തെ ഒന്നും വെക്കില്ല അമ്മ എന്ന് പറയും. ഈ ബസ്സിൻ്റെയും അതുപോലെ തന്നെ വണ്ടികളുടെയും ഒക്കെ ശബ്ദമുള്ള കാരണം കൊണ്ടേ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ കേൾക്കാൻ? ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ പോട്ടെ കേട്ടോ. ബൈക്കൊന്നും ഉപയോഗിക്കാനുള്ള ഒരു സന്ദർഭമൊന്നും നമുക്കിവിടെ ഉണ്ടാവില്ലാന്നേ. ഇത് അടുക്കള കുറച്ചിങ്ങനെ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ കുറവുകൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് അറിയാലോ. അമ്മയുടെ വ്ളോഗിൽ നിങ്ങൾ കാണുന്നതല്ലേ. എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇത്തിരി തിരക്കിലാണ് കേട്ടോ, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പച്ചക്കറികൾ ഏറ്റവും ഫ്രഷ് ആണെന്ന് ചേട്ടന്മാർക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ പച്ചക്കറി കടയല്ലേ, എന്നാൽ പിന്നെ ഇത്തിരി പൊട്ടിയതും പൊളിഞ്ഞതൊന്നും ആവാം എന്നുള്ളതൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും നല്ല പച്ചക്കറികൾ ഏറ്റവും നല്ല രീതിയിൽ അമ്മ ചേട്ടന്മാർക്ക് വെച്ച് കൊടുക്കും. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ കടയിലത്തെ ഫുഡ് എന്ന് പറയുന്നത് വീട്ടിലത്തെ ഫുഡ് കഴിക്കുന്ന പോലെയാണ്. പിന്നെ അമ്മ വെക്കുന്നതല്ലേ, അപ്പം അതിൻ്റെതായ ഒരു രുചി പ്രത്യേകം ഉണ്ടാവുമെന്ന് മാത്രം. അമ്മ ഇവരും എപ്പോഴും ഇങ്ങനെ വഴക്കും കൂടിയും സ്നേഹിച്ചും അതൊരു പ്രത്യേക ബോണ്ടിങ് ആണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ശ്രീകുട്ടനെ ഞാൻ ഉപ്പുമാവ് കൊടുത്തപ്പോൾ ശ്രീകുട്ടൻ പറയാം ഉപ്പുമാവ് വേണ്ട, ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചതല്ലേ അമ്മയെന്ന്. ഇവിടെ തന്നെ ഈ ഒരു ലോകത്ത് ചെറുപ്പം തൊട്ടേ വളർന്ന കാരണം കൊണ്ടേ ഞങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കേട്ടോ. ഇതിനേക്കാളും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് നമുക്ക് ചുറ്റും അറിയാം. പക്ഷേ ശ്രീകുട്ടൻ്റെ പ്രായത്തിലൊക്കെ ശ്രീകുട്ടൻ ഈ ഒരു കാര്യത്തോടൊക്കെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവുന്ന ഒരാളാണ്. ആ ഓടിപ്പോകുന്ന ആളാണ് ഞങ്ങളുടെ രതീഷ്. നമ്മുടെ കട തുടങ്ങിയപ്പോൾ തൊട്ടേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് കേട്ടോ ഒരുവിധം പേരൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്മാർ മാറിയും മറിഞ്ഞും പോകാറുണ്ട്. അത് വേറെ നല്ല ജോലികൾ കിട്ടുമ്പോഴും പേഴ്സണലായിട്ടുള്ള പല ആവശ്യങ്ങൾ കൊണ്ടാണ് അവർ പോകാറുള്ളത് കേട്ടോ. എങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും എന്താ പറയുക ഇഷ്ടം കൊണ്ട് പോകുന്ന ഒരാളുണ്ടാവില്ല. കാരണം അതിങ്ങനെ ഒരു ബോണ്ടിങ് ആണ് ഇവിടെ. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂറും CCTVയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വിശ്വസ്തത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ. 24 മണിക്കൂർ നമുക്ക് CCTV വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ രതീഷിനെ പോലെയും റപ്പായേട്ടനെ പോലെയും അങ്ങനെ ഞങ്ങളുടെ ചേട്ടന്മാരെ പോലെയൊക്കെ ഒരുപാട് ആൾക്കാരുള്ള കാരണം കൊണ്ട് ഒരുപാട് വിശ്വസ്തതയുടെ പേരിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ KMB കേട്ടോ. ആരാന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സീതേട്ടനല്ലേ? സീതേട്ടൻ രാജേഷ്. രാജേഷ് അത് തന്നെയാണോ? ഇതാരാ? സാധാരണ നമ്മുടെ ബേക്കറിയിലേക്കാണ് പോകാറുള്ളത്. പിന്നെ നമ്മുടെ ക്യാഷിലിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഓർക്കം വരിക. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്ന് പണിയെടുക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ കേൾക്കാണ്ടോ. ഭാഗ്യൻ സാമ്പാർ കഷ്ണം വെട്ടാൻ പോകാം. അപ്പോൾ ഞാൻ ഭാഗ്യൻ സാമ്പാർ കഷ്ണം വെട്ടുന്നത് കാണിച്ചത്. എനിക്ക് കുറച്ച് ഹെൽത്ത് കുളത്ത് പരിപാടികളുണ്ടല്ലോ. ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ടേ വിറ്റാമിനും അതുപോലെ വേറെ എന്തൊക്കെയോ ഗുളികകൾ എടുക്കേണ്ടത് പറഞ്ഞു. അപ്പം ഇന്നലെ ഞാൻ നമ്മുടെ വിറ്റാമിൻ സിയുടെ ഒരു ടാബ്ലറ്റ് എടുക്കുകയും omega-3 ഫാറ്റി ആസിഡിൻ്റെ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുമിച്ചെടുത്തു. ഞാനിങ്ങനെ 3 ഘട്ടമായിട്ടാണ് കഴിക്കാറുള്ളത്. ഇന്നലെ ഒരുമിച്ചെടുത്തു. ഇന്ന് കാലത്തെ ഒടുക്കത്തെ വൊമിറ്റിങ് ഒക്കെ വൈകുന്നേരം കഴിച്ച ദോശയൊക്കെ അതേപോലെ ഇങ്ങോട്ട് പോകും.
അതുകൊണ്ട് ഇന്നും ഭക്ഷണം കഴിച്ച് മറ്റെന്താ പറയാ നമ്മുടെ ഗ്യാസാന്ന് തോന്നുന്നു, അതോ എന്താ പറയില്ല, ആകെ കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരിയാവൂല, കുറച്ചു നേരം കഴിഞ്ഞൊന്ന് സെറ്റ് ആവുമ്പോ ശരിയാവും, വെയിൽ ഉദിക്കുമ്പോ ശരിയാവും. ഭാഗ്യ ഭാഗ്യ എന്താ പരിപാടി? വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ സാമ്പാർ പ്രധാനമാണ് കേട്ടോ. സാമ്പാർ കഷ്ണം ചോദിക്കുക, അതിൻ്റെ കൂടെ സാധനങ്ങൾ മേടിക്കലാണ് ഇവിടുത്തെ ശീലം. അപ്പോൾ സാമ്പാർ എടുക്കൽ അവിടെ റീറ്റെയിൽ സെക്ഷനിൽ അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ കുറേ സമയം വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കി സാമ്പാർ കഷ്ണം കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് അവിടേക്ക് കൊണ്ടുപോയി. വാസന ഹെൽപ്പർ, എല്ലാവരും ഹെൽപ്പർമാരായിട്ട് വേണം. അപ്പോൾ അതിനുവേണ്ടി മൊത്തം സാധനങ്ങളൊക്കെ നമ്മൾ കുറിച്ചിട്ടാണ്. കത്തി വന്നാ കത്തി പിടിക്കാൻ വേണ്ടി കത്തി കാണിച്ചാന്ന് വെച്ചാ കത്തി കണ്ടപ്പോ വാസനിച്ചിട്ട് സന്തോഷം നോക്കും. ഒരെണ്ണം വരെയല്ലോ കൊടുത്തച്ചാ. കുറച്ച് പഴയതാണെങ്കിലും ഞാനൊരു കഥ പറയാട്ടോ. ഭാഗ്യം ചെറുപ്പത്തിലൊക്കെ ഈ ഒരു കച്ചവടം തുടങ്ങിയ സമയത്ത്, അതായത് നമ്മുടെ പച്ചക്കറി ഒക്കെ വിൽപ്പന ആരംഭിച്ച് തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമായിരുന്നു അത്ര ആൾക്കാർ. അന്ന് ഒരു ചാക്കിൽ ഇങ്ങനെ കുറേ പച്ചക്കറികൾ ഇട്ടിട്ട് സാമ്പാർ കഷ്ണം വെട്ടി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വെട്ട് കാണാനും ഇത് പിടിക്കുന്നത് കാണാനൊക്കെ ആയിട്ട് ചുറ്റും ആൾക്കാർ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ആ കിറ്റുകൾ ഇങ്ങനെ ബസ്സിലൊക്കെ കൊണ്ടു കൊടുക്കും അത്ര, സാമ്പാർ പത്ത് എന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു ഭാഗ്യൻ്റെ തുടക്കകാലം എന്ന് ഭാഗ്യം എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും ഭാഗ്യം സ്റ്റിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓണവും വിഷു ആവുന്ന സമയത്ത്. എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഭയങ്കര ഇൻസ്പിറേഷനാണ് ഭാഗ്യം എന്ന്. 2.5 കിലോ 3 കിലോന്റെ ഇടയിലുള്ള സാമ്പാറായിട്ടാണ് നമ്മൾ കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല. അപ്പോൾ ക്യാരറ്റ് 140 രൂപ 120 രൂപ വിലയുള്ള ക്യാരറ്റ് നമ്മൾ സാമ്പാർ ഇടും. എല്ലാ സാധനങ്ങളും ഇടും. ഓണം അടിപൊളിയായിട്ട് സാമ്പാറിൽ ഒന്നും കുറവുണ്ടാകാൻ പാടില്ലായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമ്മൾ ആദ്യം പച്ചക്കറിയുടെ കഷ്ണങ്ങൾ നിറയ്ക്കാൻ കാരണം എന്താണെന്ന് അറിയോ? ഇങ്ങനത്തെ കഷ്ണങ്ങൾ നിറയ്ക്കാൻ കാരണം ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മൾ സംശയം ഉണ്ടാവും, ഈ സാമ്പാർ കഷ്ണത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, അതുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാണുന്ന രൂപത്തിൽ നിറച്ച് കഴിഞ്ഞാൽ കവർ നീർത്തി കഴിഞ്ഞാൽ തന്നെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉത്തരം പറഞ്ഞ് മടുക്കും. എല്ലാവരും ചോദിക്കേ. ഇത് കഴിഞ്ഞ് പച്ചയായിട്ട് ഇടുമ്പോൾ പിന്നെ ഗ്ലാസ് ടൈപ്പ് കവറായ കാരണം അതിൽ കാണാനും പറ്റും. അങ്ങനെ സാമ്പാർ കഷ്ണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മയുടെ മീൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. മീൻ കൂട്ടാനും അതുപോലെ തന്നെ ചിക്കനാണ് അമ്മ ഒന്ന് ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് എത്തിച്ച് നോക്കും അമ്മേനെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ള കാര്യം. പിന്നെ ഞാനിന്ന് ക്യാഷിലിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇന്ന് എനിക്ക് കുറച്ച് റിലാക്സ് ആയ ദിവസമാണ് കേട്ടോ. ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി ഇത് ഉച്ചക്കിലേക്ക് നമ്മൾ എന്തെങ്കിലും കഷ്ണിട്ട് വെക്കും. ഒന്നാമത്തേലും ഇവിടെ ഒരു മാക്സിമം ഉള്ള ചട്ടി ഇതാ. ഇതിൽ കായും കൂടി ഇതും കൂടി ആകുമ്പോൾ അറിയും. അപ്പോൾ അധികം ആൾക്കാരുണ്ടല്ലോ, വൈകുന്നേരത്തേക്കും എത്ര ആൾക്കാരാണ് ഉണ്ടാവും. എല്ലാവരും അത് കഴിഞ്ഞിട്ടാ പോയി. പകുതി മാറ്റി വെച്ച് നോക്കാം. ഈ വൈകുന്നേരത്തേക്ക് കായ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും ഇട്ടൊന്ന് വേറെ ഒരു ഇതിൽ വെക്കാൻ ഉരുളക്കിഴങ്ങിടാം. കഴിക്കാൻ വേണ്ടി വന്നതാ. ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക. എത്ര കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആളാന്നറിയാം എൻ്റെ അനി. എന്നിട്ട് ഒരാള് വന്ന് കയറി എൻ്റെ മേത്ത്, അതിന്റെ കാലൊക്കെ പൊട്ടി, ഷോൾഡറൊക്കെ ഇടിച്ച് എല്ലാ പണിയും ചെയ്യൂട്ടാ പറ്റണത്. അങ്ങനെ ആൺകുട്ടി 2 ആൺപിള്ളേരാണ് അവരെ. എൻ്റെ സന്ധ്യമോ കണ്ണനെ അവരെ കണ്ടു പരിചയം. കൊറേ അവര് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ, എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ മോൾക്ക് വയ്യാണ്ടായാലും വയ്യാണ്ടാവാന്ന് പറഞ്ഞാൽ ഒരുപാട് വയ്യായികളുള്ള ഒരാളാണ് അമ്മ. അലർജികളും പഴുക്കലും ഭയങ്കര ഇതാവൾക്ക്. അപ്പൊ എന്റെ മക്കളാണ് എല്ലാ പണിയെടുക്കാതെ. 2 മക്കളെ, അവ 2 ആളും മറ്റേത് വെകിളിയാ ശ്രീകുട്ടന്റെ പോലെ. 2 ഒരേ സ്വഭാവമുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചാലാട്ടാ. വെകിളികള് 2 ഒരേ സ്വഭാവാ. എൻ്റെ ഒരു വെകിളി, പിന്നെ ഒരു സന്ധ്യമ്മേരെ വെകിളി. എത്ര കിറ്റ് വെട്ടി ഭാഗ്യ നിങ്ങള്? ഇപ്പോ 50 ആയല്ലോ. 50 ആവണോ? 3-4 കൂടെ വെട്ടി 50 ആവും. സുന്ദരി അയിന്റെ ഞാൻ ത്രെഡ് ചെയ്യാൻ പോയതാ. ഇതാണ് ഞങ്ങളുടെ വാസനേച്ചിട്ടാ. പിന്നെ ബിന്ദേച്ചിനെ ഇവിടെ കാണാല്ലേ, അത് അച്ഛൻ്റെ ത്രെഡ് ചെയ്തു കണ്ട. കൊല നടക്കുന്നേ കൊല. ഇതാണ് നമ്മുടെ രുചി പപ്പടത്തിന്റെ ചേട്ടന്മാര്. നമ്മുടെ കടയിലേക്ക് എത്ര വർഷങ്ങളായിരുന്നല്ലേ രുചി പപ്പടം? നമ്മുടെ കടയിലേക്ക് പ്രൊഡക്റ്റുകൾ വെക്കുന്ന ചേട്ടന്മാർ, ഇപ്പോൾ പുളിയായാലും മസാലപ്പൊടികളായാലും പപ്പടമായാലും തൈരായാലും ഒക്കെ തുടക്കത്തിൽ, അതായത് 10 വർഷം മുമ്പേ നമ്മളോടൊപ്പം കൂടിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. സ്റ്റിൽ ഇപ്പോഴും അവർ തന്നെയാണ് നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കുന്നത്. ജോസഫേട്ടൻ നമ്മുടെ തോട്ടത്തിൽ നിന്ന്
പാവയ്ക്കും പടവലിങ്ങയും പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ജോസഫേട്ടൻ എന്ന് പറയുന്നത് ആ വൈറ്റ് ഷർട്ട് ഇട്ട ചേട്ടനാണ് കേട്ടോ, നമ്മുടെ ഡ്രൈവറാണ്. ദേ അമ്മയുടെ അപ്പോഴേക്ക് ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യം എന്താ ചോറൊക്കെ കഴിക്കുന്ന തിരക്കിലാണ്. അമ്മ അച്ചാറിടാനുള്ള തിരക്കിലാണ് കേട്ടോ, വടുകപ്പുളി അച്ചാറ്. കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടമാണ്. പിന്നെ നമ്മൾ വലിച്ചു വാരി അങ്ങനെ സാധനങ്ങൾ എടുത്തിട്ടില്ല, ചിലവിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. കാരണം വലിയ ടെൻഷനൊന്നുമില്ല. വൈകുന്നേരം മഴ പെയ്യാണ്ടിരുന്നാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. മഴ പെയ്താലെല്ലാം പോയി അല്ലേ? ചിക്കൻ, മീൻ, പിന്നെ അതേ അച്ചാറുണ്ടാക്കാൻ ഇച്ചിരി ക്ഷമ കിട്ടിയില്ല, അപ്പോഴേക്കും ഞാൻ കഴിക്കാം. അച്ഛനും ഭാഗ്യനും കൂടി നമ്മുടെ തോട്ടത്തിലത്തെ ഈ നമ്മുടെ എന്ന് പറയുമ്പോൾ ഒരു സ്വയം പൊക്കി ഫീൽ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഭയങ്കര ആത്മസംതൃപ്തിയോട് കൂടി പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെയാണ് ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ ആൾക്കാർ ആരുമില്ല, നമ്മൾ തന്നെ നമ്മുടെ വണ്ടി തള്ളണം. അപ്പം ഞാനിങ്ങനെ തള്ളിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം അതിന് കൂടെ കൂടുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട്. നമ്മുടെ കടയിൽ വന്ന് നമ്മളോട് വിശേഷങ്ങൾ പറഞ്ഞവരും ഞാൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പേരെടുത്ത് പറയാനോ കാണിക്കാനോ പറ്റിയില്ലടാ, നിങ്ങൾ എൻ്റെ അവസ്ഥ കണ്ടതല്ല അവിടെ. അപ്പോൾ ഈ കാണുന്നതൊക്കെ വെറും 10%. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ KIB വിസിറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ബേക്കറി വിശേഷങ്ങളായിട്ട് വന്നൂല്ലേ. ബേക്കറിയിൽ നമുക്ക് നമ്മുടെ മൈസൂരിൽ നിന്ന് പച്ചക്കറികളൊക്കെ പിടിച്ച് നമുക്ക് എത്തിക്കുന്ന ലക്ഷ്മണൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മണന് ഞാൻ സ്പെഷ്യലായിട്ടുള്ള കിറ്റ്കാറ്റ് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പോലെ അങ്ങനെ കടയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ലക്ഷ്മണനെ കാണിച്ചു. ഇതാണ് നമ്മുടെ ആള് ലക്ഷ്മണൻ, മൈസൂരത്തെ രാജാവാണ്. കേരളത്തെ രാജ, കേരള രാജ ഭാഗ്യരാജ്. നമുക്കുള്ള പച്ചക്കറികളൊക്കെ മൈസൂരിൽ നിന്ന് ഇവന്റെ കൈകളിലൂടെയാണ് എത്തുന്നത്. മൈസൂരിന്റെ എല്ലാ കാര്യങ്ങളും ഭാഗ്യരാജൻ നോക്കാൻ ഇങ്ങനെ വന്നുള്ളൂ. ഓണത്ത് അണ്ണനെ നോക്കാൻ ഇങ്ങനെ വന്നു. കർണാടകക്കാരനാണെന്ന് പറഞ്ഞു മലയാളിയായി. പിന്നെ മഴ വരുമല്ലോ. ആള് ഓണത്തിന്റെ സമയത്ത് മൈസൂർ മാർക്കറ്റ് ഇപ്പൊ മുടക്കാം, 2-3 ദിവസം മുടക്കാം. ഇവിടെ നിന്ന് ആരും ചെല്ലില്ലല്ലോ. ഇപ്പൊ കേരളക്കാർ ഏറെ വരത്തില്ല, അപ്പൊ മൈസൂർ മാർക്കറ്റ് മുടക്കാം. അതാണ് ഇവിടെ കേരളം കാണാൻ വന്നത്. കേരളത്തിൽ 2-3 ദിവസം ഉണ്ടാവും. ഇവർക്ക് മലയാളം മനസ്സിലാവോ? മലയാളം തെരിയുമാ? തമിഴ് തെരിയുമാ? കന്നഡ ಗೊತ್ತಿಲ್ಲ. ഓണായിട്ട് മൈസൂർ മാർക്കറ്റ് കുറച്ച് ദിവസം മുടക്കാണ് അത്രേ. അത് കാരണം കൊണ്ടാണ് ലക്ഷ്മണനും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നാട് കാണാൻ ഇറങ്ങിയത്. വർക്കല ആ സൈഡിലേക്കാണ് അവർ ഇറങ്ങിയത്. അപ്പം നമ്മുടെ കടയിൽ കയറിയതാണ് കേട്ടോ. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോവാണ്. നമ്മളോട് ദസറയ്ക്ക് കർണാടകയ്ക്ക് ചെല്ലാനാണ് പറയണേ. അവിടെ ഗംഭീര വിശേഷമാണ് അത്രേ. അപ്പോഴേക്കും ഇവിടെ ടീംസൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തിരക്കില്ലാട്ടാ. ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചപ്പോഴേക്കും 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതേ ഭാഗ്യം. ഇതാണ് സുജിത്ത്, തൊട്ടപ്പുറത്തേക്കുന്നത് റപ്പായേട്ടൻ, പിന്നെ സജീവൻ ചേട്ടൻ, രതീഷ്, അപ്സു, വാസന്തി ചേച്ചി, പിന്നെ ആരാ ബിന്ദേച്ചി, ജോസഫ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. ഞാൻ ഇനി ആരെങ്കിലും പേര് ലിജോ ചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. ഇനി മറന്നു പോയിട്ടുണ്ടാവും. രാധാകൃഷ്ണേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. ഇവരൊന്നും മാറിയില്ലെങ്കിലും കസ്റ്റമേഴ്സ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വന്നതിൽ ചേച്ചി എനിക്ക് വീഡിയോയിൽ നിൽക്കണം എന്ന് പറഞ്ഞ ആൾക്കാരെ 1-2 പേരെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെയാണ് ഞാനൊന്ന് ഫ്രീ ആയത്. തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്ക് വേണ്ടത്ര രീതിയിൽ സംസാരിക്കാൻ പറ്റാത്തത് ഉണ്ടെങ്കിൽ സോറി കേട്ടോ. ഈ ഒരു തിരക്കിൻ്റെ ഇടയിലായ കാരണമാണ്. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാം കേട്ടോ. അങ്ങനെ പച്ചക്കറി കട ഏകദേശം താഴത്തെ സെക്ഷൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ശ്രീകുട്ടന് ബോറടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ബിന്ദാൻ്റെരി അപ്പുചേട്ടൻ്റെ ഒക്കെ അടുത്താക്കാറുണ്ട് നമ്മുടെ തലൂര് വീട്ടിൽ, പഴയ തലൂര് വീടിൻ്റെ അടുത്ത്. പക്ഷേ ഇപ്രാവശ്യമേ ശ്രീകുട്ടൻ ഇവിടെ ക്യാഷിലിരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ വിട്ടില്ല അവനെ. ആൾക്കാർ മാറിയിട്ടില്ല, കസ്റ്റമേഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. നമ്മുടെ ചേട്ടന്മാരൊക്കെ അതേപോലെ തന്നെ കുറച്ച് ക്ഷീണമായിട്ടുണ്ടോ ഒരു ഡൗട്ട്. ഞാനും ഏകദേശം കിളി പോയ ഒരവസ്ഥയിലായി. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ. നമ്മൾ ബേക്കറിയിൽ ഇങ്ങനെ ഓടി നടന്ന് ഷേക്ക് അടിക്കലും ജ്യൂസ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ക്യാഷിലിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഓണം പ്രമാണിച്ചേ പാൽ ചായ കട്ടനാട്ടോ ഞങ്ങൾ വയ്ക്കാറ്. കട്ടന അപ്പോൾ ഓണത്തിന് കാലത്തും ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ പാൽ ചായ, ഒന്നിനൊരു കുറവ് പാടില്ല. മോനെ 78. എല്ലാവരും ഓണത്തിന് ഓണപ്പുടവൊക്കെ എടുക്കാൻ 5-6 ദിവസം മുന്നാണ് കേട്ടാ. നമ്മൾ ഇപ്രാവശ്യമല്ല കുറേ നാളുകളായിട്ട് ഓണപ്പുടവ
പരിപാടിയില്ലല്ലോ ചാ. ഓരോ നാളായാലും നമ്മള് കൊല്ലങ്ങളെ ഓണപ്പുടവ എടുക്കണ പരിപാടിയില്ലേ നമ്മള്. പണ്ടൊക്കെ ഓണത്തിനാണ് ഒരു കോടി കിട്ടുക, ഓണക്കോടി. ഇപ്പൊ അതെന്നും ഓണാന്ന് തോന്നുന്നുണ്ട്. അതാണ് ഓണം. പക്ഷെ നമുക്ക് വീട്ടില് ചേട്ടന്മാർക്ക് നമുക്ക് സഹായിക്കാൻ വരുന്ന ചേട്ടന്മാർക്ക് ഓണക്കോടി കൊടുക്കണം നിർബന്ധ. അപ്പൊ ഞാൻ ഇവിടെ അടുത്ത് പെരിഞ്ചേരിയിൽ ഒരു കടയുണ്ട്, പെരിഞ്ചേരിയിൽ ഒരു കടയുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടേ ഓണക്കോടി മേടിച്ചിട്ട് വരാം. ചേട്ടന്മാർക്ക് മുണ്ടും ഷർട്ടൊക്കെ മേടിക്കാണ്ട്. അപ്പൊ അവർക്ക് ബോണസും ഈ കോടി അടക്കം കൊടുക്കുക. നമുക്ക് അച്ഛനൊന്നും വേണ്ട. അപ്പൊ ഞാൻ പതുക്കെ പോയിട്ട് വരാട്ടാ. ഇവിടെ നല്ല തിരക്കാ, സന്ധ്യയൊക്കെ ആയില്ലേ, ഇനി തിരക്ക് കൂടും വൈകുന്നേരം വരെ. അപ്പൊ ഞാൻ ഓടി വരാം. ടാറ്റ. അവിടെ ഭയങ്കര തിരക്കാടുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞിന് കുറെ നാളായി ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് അപ്പൊ ഞാൻ കുഞ്ഞിനൊരു ടോപ്പ് എടുത്തു. കൊറേ നാളൊന്നും ഇല്ല ചേട്ടാ, നല്ല വീഞ്ഞിട്ടാണ് കുഞ്ഞിനെ എടുക്കലാണ് ചിറ്റാര പണി. അവളല്ലേ ഇടണ്ട പ്രായം. ചിറ്റ കുഞ്ഞ് ഇതാ ജീൻസാ. ജീൻസിന്റെ പാവാടില്ലേ ആൾക്ക്. അപ്പൊ ഞാൻ പാവാട ഒരെണ്ണെടുത്തു. ഉത്രാടത്തിന്റെ ഒക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടോ. പക്ഷെ എല്ലാ കൊല്ലം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഞാൻ പക്ഷെ വൈകുന്നേരം പോവാ, കട അടയ്ക്കുന്ന നേരത്ത്. ഇന്ന് ഉച്ചയ്ക്ക് പോയി അച്ഛൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ 2-3 ഷർട്ടും അതുപോലെ തന്നെ മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പാതിരാത്രിയായിട്ടും അവശവിവശ കലാകാരനായി ഇതെന്തിനാ പണി നോക്കിയിരിക്കുന്നത് കിട്ടുന്നത്. സാമ്പാർ വെട്ടുന്നു, സാധനങ്ങൾ കുറയുന്തോറും പിന്നെ പഠിക്കാനും കൂടിയാണ്. അടുത്ത പ്രാവശ്യം വെട്ടണോ സാമ്പാർ. അതെ, ശബ്ദമൊന്നും ഇല്ലല്ലോ. ബാക്കി കാലത്ത് അത്രയ്ക്ക് ഉഷാറില്ലല്ലോ. ഇങ്ങോട്ട് പോരങ്ങട്. എത്ര കാറ് വെട്ടി? 300 വെട്ടിയാ? എന്ത് ഇത് വെട്ടി ഇരിക്കാൻ നമുക്ക് വീണ്ടും കടയിലേക്ക് തിരിച്ച് മടങ്ങാണ്ട. പഴം പുഴുങ്ങിയതൊക്കെ വേണ്ട മാറ്റി. ഐ ഡോണ്ട് ലൈക്ക് പഴം പുഴുങ്ങി. ഒരു ഓണം വൈബ് എന്ന് പറയുന്നത് കടയിൽ വരുമ്പോഴാണ് ഉണ്ടാവുക. നമുക്ക് ഓണമായെന്ന് തോന്നണമെങ്കിൽ കടയിൽ ഇതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ വേണം. ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ. നമ്മുടെ രീതി ഇതാണ് കേട്ടോ. ഇവിടെ വരിക, ഇവിടെ നിന്ന് കുത്തി മറിയുക, ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാരുടെ ഒപ്പം ഭക്ഷണം ഉണ്ടാക്കിയും കഴിച്ചും അതൊരു വൈബായി, ജീവിതത്തിന്റെ ഒരു ഭാഗമായി എന്ന് വേണമെങ്കിൽ പറയാം. കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ നമ്മുടെ ഓണായിട്ട് ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇതാണ് നമ്മുടെ വൈബ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മളൊരു ഹോബിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇതിപ്പോ ഇതാ കണ്ടോ, ശ്രീകുട്ടൻ ചെറുപ്പത്തിൽ ഇവിടെ വരുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ ഒറ്റടി വെച്ചിരുന്ന ആൾ ഇതേ നോക്കിയ ചാടി തുള്ളിയിട്ടൊക്കെയാണ് ടേബിളൊക്കെ തുടയ്ക്കണത്. ഈ ഒരു സിറ്റുവേഷനും സാഹചര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാരണം കൊണ്ട് ഏതൊരു സിറ്റുവേഷനിൽ ജീവിച്ച് പോന്നോളൂ എന്നുള്ളൊരു ആത്മവിശ്വാസം വളർത്തിയെടുക്കലും കൂടിയാണ് ഞാൻ എന്നിൽ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രമണ, അതായത് ഇതൊക്കെ ഒരു ഹോബിയൊന്നുമല്ല, ഇത് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഷോപ്പും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഇതൊരു എന്താ പറയുക പാർട്ട് ഓഫ് ലൈഫായി മാറി. അത് തൃക്കാക്കരപ്പന് ഓണമൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ വക സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തൃക്കാക്കരപ്പനെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ പാലിയേക്കര പാലത്തിൻ്റെ അടിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് അന്ന് കിറ്റിൽ വന്നതുണ്ട് കേട്ടോ. അല്ലാണ്ട് ഒത്തിരി വലുത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പൂവും കൂടെ വേണ്ട. അപ്പോൾ ഞാൻ പോയി മേടിച്ചിട്ട് വരാം കേട്ടോ. ചേട്ടനാണ് എനിക്ക് പൂ തന്നിട്ട് എല്ലാം കൊണ്ട് പോവായിരുന്നു അവര്. കണ്ടോ, പൂക്കളൊക്കെ നമ്മൾ പോയ നേരത്തെ എല്ലാ ചേട്ടൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ആ ചേട്ടൻ്റെ പെങ്ങളൂട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന പൂക്കൾ വിൽക്കാൻ വേണ്ടി വന്നതാണ് ആ ചേട്ടൻ. നമ്മൾ പോകുമ്പോഴേക്കും ആ ചേട്ടൻ വിൽപ്പനയൊക്കെ കഴിഞ്ഞ് പോവാറായിട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ തൃക്കാക്കരപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു പാലത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ. 200 രൂപയ്ക്ക് 3 എന്നൊക്കെയുള്ള തിരക്കിലൊക്കെയാണ് വിൽക്കപ്പെടുന്നുണ്ടായിരുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ലല്ലോ. പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ എന്താ പറയുക മദ്യപിച്ചിട്ടൊക്കെ കണ്ടു. അത് ഓരോ പൂക്കളും കാര്യങ്ങളൊന്നും നമ്മൾ മേടിക്കാണ്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലേ, ചില വിശേഷങ്ങൾ ഇങ്ങനെ അരോചകരമാക്കാനായിട്ട് ചില ടീംസ് ഉണ്ടായിരിക്കും. നമ്മുടെ സന്തോഷം കൂടെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇല്ലാണ്ടാവും. കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോൾ 2-3 പിള്ളേര് അവിടെ പൂക്കളൊക്കെ വെക്കണം. നല്ല വൈബുള്ള പിള്ളേർ കേട്ടോ. ഞാൻ അവരോട് ഹാപ്പിയോടൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് 10-100 രൂപയ്ക്ക് പൂവൊക്കെ മേടിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്കല്ലേ പോന്നെ, കടയിലേക്ക് പോന്നു. 3-4 ദിവസമായിട്ട് ഇവിടെ തന്നെ ആയതുകൊണ്ട് വീടും കടയൊക്കെ ഇപ്പോൾ ഒരേപോലെ ആയിട്ട് ഫീൽ ചെയ്യാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടപ്പോഴേക്കും കുട്ടപ്പനായിട്ടുണ്ട് നമ്മുടെ KMB. പിള്ളേരും ചേട്ടന്മാരൊക്കെ ഏകദേശം ഒരു സൈഡിലേക്ക് ചാഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ, വയ്യാണ്ടായിട്ടുണ്ടാവും. കാലത്ത് പുലർച്ചെ 4 മണി തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടന്മാർ ഇതാ പോണു. ശ്രീകുട്ട കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഷേക്ക് അടിച്ചത് ജ്യൂസ് അടിച്ചത് ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നിന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഇത് പൂരപ്പാട്ട് ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇടാം. ഇപ്പോൾ ഞാൻ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ രതീഷ് വൃത്തിയാക്കണം. പറ്റിയ പണിയെടുത്തു.
വൃത്തിയാക്കട്ടെ കേട്ടോ. നമുക്ക് വീട്ടിൽ പോയിട്ട് ഓണമൊക്കെ വെക്കണം. പോട്ടെ, എല്ലാവർക്കും ഹാപ്പി ആണോ? ചെന്നിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും ഓണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സന്ധ്യമ്മ അവിടെ അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ അച്ഛനും കൂടി ഇതാ പോണു. അങ്ങനെ ഓണത്തിന്റെ എല്ലാ വക പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അതായത് ഇവിടെ ഭാഗ്യനിരിക്കുന്നു, ഇവിടെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും ഉണ്ട്, ശ്രീകുട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പോകേണ്ട സമയമായി. ഞാൻ പതുക്കെ വീട്ടിൽ പോവാം. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. നമുക്ക് ഓണം വെക്കലും പരിപാടികളൊക്കെ ഒരുപാട് വൈകിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി അട ഉണ്ടാക്കണം, ഓണം വെക്കണം, പരിപാടികൾ ഒത്തിരിയാണ്. അപ്പൊ ആ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാലത്ത് കാണാം കേട്ടോ. അപ്പൊ അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ശ്രീജ.